ഹേ ഗായ്സ്, അപ്പോൾ നമ്മൾ ഇന്ന് കൊണ്ടുള്ള മൂവിക്ക് ഒരു പ്രത്യേകതയുണ്ട്. അപ്പോൾ മൂവിയുടെ പേരെന്ന് പറയുന്നത് ആൻ അമേരിക്കൻ വെയർവൂൾഫ് ഇൻ പാരീസ് എന്നാണ്. സത്യം പറയാലോ, കിഡിലെന്ന് വെച്ചാൽ ഒരു കിഡിലൻ മൂവി. സംഭവം ഒരു 1997 ഇറങ്ങിയ സിനിമയാണ്. പക്ഷേ ഒരു കിഡിലൻ എക്സ്പീരിയൻസ് ആയിരിക്കും നിങ്ങൾക്ക് തരിക. കാരണം വളരെ ഫണ്ണായിട്ട് എന്നിട്ട് സീറോ ബോറടി എന്ന് വെച്ചാൽ സീറോ ബോറടി, വളരെ ഫണ്ണായിട്ടിരുന്ന് കാണാൻ പറ്റിയ ഒരു കിഡിലൻ ഹൊറർ ഫാൻറ്റസി ജോണറിൽ വരുന്ന കിഡിലൻ മൂവിയാണ്. മസ്റ്റായിട്ട് ഫുള്ള് കണ്ടിരിക്കണം. അടിപൊളി സിനിമയാണ്. കണ്ടു നോക്കിയിട്ട് നിങ്ങൾ എക്സ്പീരിയൻസ് എന്തായാലും താഴെ പറയാം. ഓക്കെ, അപ്പോൾ നമ്മൾ അധികം പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല, നമുക്ക് നേരെ മൂവിയിലോട്ട് പോകാം. ഈ മൂവിയുടെ തുടക്കത്തിൽ തന്നെ ഒരു പാരീസ് നഗരമാണ് കാണിക്കുന്നത്. ആദ്യം തന്നെ ഒരു സൈന്റിസ്റ്റ്, നല്ല മഴ പെയ്യുന്നുണ്ട്. ആരെയോ കണ്ടിട്ട് പേടിച്ചിട്ടാണ് അയാൾ ഓടുന്നത്. ആരൊക്കെ ഹെൽപ്പ് ചെയ്യാനൊക്കെ വിളിക്കുന്നുണ്ട്. അങ്ങനെ അയാൾ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ അവിടെ എന്തോ തട്ടിത്തടഞ്ഞിട്ട് അയാൾ വീഴുകയാണ്. ഇതെല്ലാം ഒരു ടാക്സിക്കാരിൽ നിന്ന് കാണുന്നുണ്ട്, കാറിൽ നിന്ന്. അപ്പോൾ അയാൾ സഹായത്തിനായിട്ട് ഇയാളുടെ അടുത്തേക്ക് പോവുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഇയാളുടെ അടുത്തേക്ക് പോയിട്ട് അയാളെ പിടിക്കാൻ വേണ്ടി വരുമ്പോഴത്തേക്കും അവിടെ അടുത്തുള്ള ഒരു മാൻ ഹോളിൽ നിന്ന് എന്തോ വന്നിട്ട് ഇയാളെ കാല് പിടിച്ച് വലിച്ച് കൊണ്ടുപോവാണ്. എന്താണെന്ന് നമുക്കറിയത്തില്ല, എന്തോ വന്ന് കൊണ്ടുപോവാണ്. അപ്പോൾ എന്തോ കണ്ട് പേടിച്ചിട്ടാണ് അയാൾ ഓടി വന്നതെന്നുള്ള കാര്യം നമുക്ക് ഇവിടുന്ന് തന്നെ ക്ലിയറായിട്ട് മനസ്സിലാവുന്നുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞ് ഇപ്പോൾ 3 അമേരിക്കക്കാരായ 3 ചെറുപ്പക്കാരെ കാണിക്കുകയാണ്. ഇവരിപ്പോൾ യൂറോപ്പിലോട്ട് ഒരു യാത്ര പോവാണ്. അപ്പോൾ അവരുടെ പേരെന്ന് പറയുന്നത് ബ്രാഡ്, ക്രിസ്, ആൻഡി എന്നാണ്. അതിൽ ഈ ആൻഡിയാണ് ഇതിലത്തെ ഹീറോ എന്ന് പറയുന്നത്. അപ്പോൾ അവർ മൂന്നാരും ഇപ്പോൾ ഇങ്ങനെ എന്താ പറയുക, ഓരോന്നൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അതിലൂടെ ഒരു ഫ്രഞ്ച് ലേഡി ഇങ്ങനെ ഇവരെ പാസ് ചെയ്തിട്ട് പോവുകയാണ്. അങ്ങനെ ആ ഫ്രഞ്ച് ലേഡി പാസ് ചെയ്ത് പോകുമ്പോൾ തന്നെ അതിലെ ബ്രാഡും ക്രിസും നമ്മുടെ ആൻറ്റിയോട് പറയും, നിനക്കൊരു ചലഞ്ച് തരാം, നീ ഇപ്പോൾ പോയിട്ട് ആ പെണ്ണിനോടൊന്നും സംസാരിക്കണം എന്ന് പറയും. അപ്പോൾ അവനാണെങ്കിലും പറയും, ഓ സോറി, കാരണം അവളെൻ്റെ ടൈപ്പല്ല എന്ന് ഞാൻ പറയും. അപ്പോൾ നമ്മുടെ ബ്രാഡും ക്രിസ് ആണെങ്കിലും അവനങ്ങനെ കലയ്ക്കും കൊണ്ട് പറയും, ഞങ്ങൾക്കറിയാം നിനക്ക് ഒരിക്കലും ഒരു പെണ്ണിനെ ഫ്ലർട്ട് ചെയ്യാനുള്ള കഴിവൊന്നുമില്ല, ഞങ്ങൾക്കറിയാം എന്നെല്ലാം ഇങ്ങനെ പറയും. അപ്പോൾ ഇവനാണെങ്കിലും പറയും, ആ ശരി, ഞാൻ എന്തായാലും അവിടെ എത്തിയിട്ട് നിങ്ങൾക്കൊരു ചലഞ്ച് തരുന്നുണ്ട് എന്നെല്ലാം പറയുന്നുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞ് ഇപ്പോൾ ഇവരിപ്പോൾ ഒരു ഐഫൽ ടവറിൻ്റെ മേലെയാണ് നിൽക്കുന്നത്. അങ്ങനെ അവരവിടെ നിന്നിട്ട് എന്താ പറയുക, ഇവരിങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ആൻറ്റി ഉണ്ടല്ലോ, ആൻറ്റി ഒരു ബുക്ക് എടുത്തിട്ട് ആ ബുക്കിലിങ്ങനെ ഈ ഐഫൽ ടവറിൻ്റെ പടം, അതുപോലെ തന്നെ അതിൻ്റെ ഹൈറ്റ്, അളവുകൾ ഒക്കെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. എന്നിട്ട് അവൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ്റെ ബാഗ് തുറന്നിട്ട് അതിൽ നിന്നൊരു കയറെടുത്തിട്ട് താഴത്തോട്ട് ഇടുന്നുണ്ട്. അപ്പോൾ തന്നെ ഇവർ വന്നിട്ട് പറയുന്നുണ്ട്, ആൻറ്റി നീ എന്താ ഇവിടെ ചെയ്യുന്നത്, നീ ട്രെയിനിൽ വെച്ച് പറഞ്ഞ ചലഞ്ചെല്ലാം ഫണ്ണായിട്ട് എടുത്തുകൂടെ എന്നെല്ലാം ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും ഇവർ എന്തോ ഒരു ശബ്ദം കേൾക്കുകയാണ്. അപ്പോൾ ഇവർ വന്നിട്ട് ഇങ്ങനെ ഒളിച്ചിരിക്കുമ്പോൾ അതൊരു ലേഡിയാണ്. അപ്പോൾ ആ ലേഡി വന്നിട്ട് ഇങ്ങനെ എന്താ പറയുക, അടിയിലോട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. പക്ഷേ ആ ലേഡി ചാടാൻ നിൽക്കുകയാണ്, കാരണം കരയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് നമ്മുടെ ആൻറ്റി എന്നിട്ട് അവൻ്റെ കൈ പിടിക്കാൻ വേണ്ടി നോക്കുമ്പോഴത്തേക്കും ആ ലേഡി എടുത്ത് ചാടും. അപ്പോൾ നമ്മുടെ ആൻറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ്റെ കയ്യിൽ കയറുണ്ടല്ലോ, അതും എടുത്തിട്ട് അവനും ഒപ്പം ചാടും. അങ്ങനെ ചാടുമ്പോൾ ഇപ്പോൾ നമ്മുടെ ആൻറ്റിയുടെ വിചാരം എന്താ, ആ കയറവിടെ കെട്ടിയിട്ടുണ്ടെന്നാണ്. പക്ഷേ ആ ശരിക്കും അവിടെ കയറി കെട്ടിയിട്ടില്ല. എന്നിട്ട് എന്താ പറയുക, ഏകദേശം ഇപ്പോൾ ഒരു അടിയിലെത്താനായി നമ്മുടെ ആൻറ്റി. ഇപ്പോൾ ആ പെണ്ണിൻ്റെ കാല് പിടിച്ചിട്ട് ഏകദേശം അടിയിലെത്താനായി. മേലെ നമ്മുടെ ക്രിസും ബ്രാട്ടും കൂടിയിട്ട് എങ്ങനെയൊക്കെയാണ് കയറ് പിടിച്ച് സ്റ്റോപ്പ് ചെയ്യുന്നുണ്ട്. പക്ഷേ ആൻറ്റി ഇപ്പോൾ എന്താ പറയുക, അവൻ്റെ കയ്യിൽ നിന്ന് ആ ഷൂ ഉണ്ടല്ലോ, ആ ഷൂ അങ്ങോട്ട് ഊരിപ്പോരും. അങ്ങനെ ആ പെണ്ണ് നിലത്തേക്ക് വരും. ഇവൻ എന്താ ചെയ്യുന്നത്, ഇവൻ നേരെ മേലേക്ക് തന്നെ റിട്ടേൺ പോയിട്ട് ഇവൻ്റെ തല പോയിട്ട് അവിടെ ഇടിക്കുന്നതും. പിന്നീട് അവൻ കണ്ണുറക്കുന്നത് ഹോസ്പിറ്റലിലാണ്. നമ്മുടെ ക്രിസ് ആണെങ്കിലും ആ പെണ്ണിൻ്റെ ഷൂവും പിടിച്ച് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇവനാണെങ്കിലും പറയുന്നുണ്ട്, അവളെന്തെങ്കിലും കണ്ടുപിടിക്കണം, അവളെന്തായാലും ചാടാൻ വന്നപ്പോൾ ലെറ്റർ എഴുതിയിട്ടുണ്ടായിരിക്കുമല്ലോ, ആ ലെറ്റർ കണ്ടുപിടിച്ചിട്ട് അതിന് നമുക്ക് അഡ്രസ്സ് കണ്ടുപിടിച്ചിട്ട് അവളെങ്ങനെയും കണ്ടുപിടിക്കണം എന്നെല്ലാം അങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ഇത് കേട്ടതുകൊണ്ട് തന്നെ നമ്മുടെ ക്രിസും ബ്രാട്ടും എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, അവർ ആ വേസ്റ്റ് ബിൻ ഉണ്ടല്ലോ, അവിടെ ഒരു വേസ്റ്റ് ബിൻ ഉണ്ട്, ആ വേസ്റ്റ് ബിന്നിൽ പോയിട്ട് ചെക്ക് ചെയ്യാണ് ആ ലെറ്റർ. അതായത് അവൾ ചാടാൻ വന്നപ്പോൾ എഴുതി വെച്ച ലെറ്റർ ഉണ്ടാവുമല്ലോ, അത് തിരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. സത്യം പറഞ്ഞാൽ ഇതിലത്തെ ഈ ക്രിസ് ഉണ്ടല്ലോ, ഈ ക്രിസിന് ഫ്രഞ്ച് കറക്റ്റായിട്ട് അറിയത്തില്ല. അപ്പോൾ അവൻ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അവിടെ എടുത്തിരിക്കുന്ന ഒരു ലേഡി ഉണ്ട്, അതിൻ്റെ ലെറ്ററിൽ ഇവിടെ തലട്ട് നോക്കുമ്പോൾ ആ ലേഡിയിൽ നിന്ന് ഒന്നാമത് കിട്ടുന്നുണ്ട്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് ഇപ്പോൾ അവർ വീണ്ടും എന്താ പറയുക, ആ ലെറ്ററെല്ലാം അങ്ങനെ ആ വേസ്റ്റ് ബിന്നിൽ ചെക്ക് ചെയ്തുകൊണ്ട് നിൽക്കുമ്പോൾ പിച്ചക്കാരാന്ന് കരുതിയിട്ട് ഓരോരുത്തർ പൈസ ഒക്കെ ഇട്ടിട്ട് പോകുന്നുണ്ട്. അതേസമയം നമ്മുടെ ആൻറ്റി കാണിക്കുമ്പോഴത്തേക്കും ആൻറ്റി ഇവിടുന്ന് ബെഡിൽ നിന്ന് എണീച്ച് നോക്കുമ്പോഴത്തേക്കും അവൻ വിശ്വസിക്കാൻ കഴിയുന്നില്ല. കാരണം ഇന്നലെ കണ്ട ആ ലേഡി ഇല്ലല്ലോ, ആ ലേഡി ഉണ്ട് അവിടുത്തെ നേഴ്സിൻ്റെ കോസ്റ്റ്യൂമെല്ലായിട്ട് ഇങ്ങനെ പോകുന്നു. അപ്പോൾ ഇവൻ പെട്ടെന്ന് വിശ്വസിക്കാൻ കഴിയാതെ ആ ഷൂവും എടുത്തിട്ട് പുറകെ ഇങ്ങനെ ഓടും. കുറച്ച് നേരം ഓടിട്ട് ഒരിടത്ത് എത്തിയിട്ട് ഇങ്ങനെ വിളിക്കും, ഹേ ഇതാ നിങ്ങളുടെ ഷൂ എന്നെല്ലാം അങ്ങനെ പറയും. അപ്പോൾ ആ പെണ്ണാണെങ്കിലും ഇവനെ നോക്കിയിട്ടൊന്നും ഇങ്ങനെ ചിരിക്കും. അങ്ങനെ അതേ സമയം തന്നെ പുറകിലുള്ളൊരു ഡോക്ടർ വന്നിട്ട് ഡോർ തുറക്കുമ്പോൾ തലയ്ക്ക് വീണ്ടും വന്നിരിക്കും. ഇടിച്ചിട്ടാണ് വന്ന് വീണിട്ട് അവൻ പിന്നീട് നോക്കുമ്പോഴത്തേക്കും ആ ലേഡി അവിടെ കാണുന്നില്ല. അപ്പോൾ ഈ ഡോക്ടർ പറയുന്നുണ്ട്, ഹേയ് നീ എന്താ ആ ലീഡറുടെ പിന്നാലെ ഓടിയായിരുന്നു എന്ന് ചോദിക്കും. പറയും, അവളെൻ്റെ ഹൃദയം മോഷ്ടിച്ചു ഡോക്ടർ എന്ന് പറയുമ്പോൾ ഡോക്ടർ പറയും, എന്ത് ഹൃദയം മോഷ്ടിച്ചെന്നോ, അതല്ല ഡോക്ടർ, എനിക്ക് അവളെ ഇഷ്ടമായി എന്ന് പറയും. അതേസമയം തന്നെ നമ്മുടെ ക്രിസും ബ്രാട്ടും വന്നിട്ട് എന്താ പറയുക, ലെറ്റർ കണ്ടുപിടിച്ച് എന്നതിനെ പറയും. അവളുടെ പേര് സെറാഫിൻ എന്നാണ്. അത് കഴിഞ്ഞിപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇവർ 3 പേര് ഇപ്പോൾ ആ ലെറ്ററിൽ നിന്ന് അഡ്രസ്സെല്ലാം കണ്ടുപിടിച്ചിട്ട് നമ്മുടെ സെറാഫിൻ്റെ വീട്ടിലോട്ട് പോവുകയാണ്. അവിടെ പോയിട്ട് അവിടുത്തെ ആ ബെല്ലുണ്ടല്ലോ, ആ ബെല്ലിങ്ങനെ റിങ് ചെയ്യുമ്പോൾ അതിനോട് നമ്മുടെ
സെറാഫിൻ വരും ചെയ്യുന്നുണ്ട്. അവൾ വന്നിട്ട് എന്താ കാര്യം ചോദിക്കുമ്പോൾ ഇതാ നിങ്ങളുടെ ഷൂ എന്ന് പറയുമ്പോൾ ആ ഓക്കെ എന്ന് പറഞ്ഞിട്ട് ആ ഷൂ വാങ്ങിച്ചിട്ട് അവൾ പോവാണ്. ഇതുപോലെ ഒരു നേഴ്സായ കാര്യം നമുക്ക് മനസ്സിലായി. അത് മാത്രമല്ല ഇവളുടെ കയ്യിൽ ബ്ലഡ് എല്ലാം ഉണ്ടായിരുന്നു. ഇത് നമ്മുടെ ആൻറ്റി ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ക്രിസും ബ്രാറ്റും എന്താ ചെയ്യുന്നത് വെച്ചാൽ ശരി പോവാം അങ്ങോട്ട് പോയി പോവും. അപ്പോൾ നമ്മുടെ ആൻറ്റി പറയും അത് അങ്ങനെയല്ല, ഇവൾ ഓൾറെഡി ഒരു വട്ടം എന്താ പറയുക സൂസൈഡ് ചെയ്യാൻ നോക്കിയതാണ്, അവളതിൽ ബ്ലഡ് കണ്ടില്ലേ, അവൾ വീണ്ടും സൂസൈഡ് ചെയ്യാൻ നോക്കുമായിരിക്കും എന്ന് കരുതിയിട്ട് ഇവൻ വീണ്ടും ആ ബെല്ല് പിടിച്ച് റിങ് ചെയ്യും. അപ്പോൾ അവൾ വീണ്ടും ആ ഡോർ വന്നിട്ട് അല്ല നിങ്ങൾക്ക് എന്താ വേണ്ടേ ഒന്ന് പോയി തരുമെന്ന് പറയും. അപ്പോൾ ഇവനാണെങ്കിൽ പറയും അങ്ങനെയല്ല എനിക്ക് നിന്നെ ഇഷ്ടമാണ്, നാളെ ഒരു ഡേറ്റിന് പോയാലോ എന്ന് പറയുമ്പോൾ അവളാണെങ്കിലും ആ ഓക്കെ എന്നിട്ട് സമ്മതിക്കുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ പിറ്റേ ദിവസം ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഇവനെ പാർക്കിൽ അങ്ങനെ ഒരുക്കി നിർത്തുന്നുണ്ട്. അപ്പോൾ തന്നെ നമ്മുടെ സെറാഫിൻ ഒരു സൈക്കിളുമായിട്ട് നമ്മുടെ അടുത്തേക്ക് വരുന്നുണ്ട്. എന്നിട്ട് പറയുന്നത് നമുക്ക് ഇപ്പോൾ അടുത്തുള്ള ഒരു റെസ്റ്റോറൻറ്റിൽ പോയാലോ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോകാൻ ഇവർ. അങ്ങനെ ഇവരിങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും നമ്മുടെ ഇവന് നല്ല ടെൻഷനുണ്ട് ആൻറ്റിക്ക്. അപ്പോൾ അവൻ അവിടെ നിന്ന് ഓരോന്ന് കാണിച്ച് കൂട്ടാണ്, ഓരോ കോമാളിത്തരങ്ങൾ കാണിച്ച് കൂട്ടുകയാണ്. പക്ഷേ അത് കണ്ടിട്ട് നമ്മുടെ സെറാഫിൻ പറയും എനിക്ക് നിന്നിൽ നല്ല പ്രതീക്ഷ ഉണ്ടായിരുന്നു, പക്ഷേ ആ പ്രതീക്ഷ എല്ലാം ഇപ്പം തെറ്റി എന്ന് പറഞ്ഞിട്ട് അവൾ നീച്ച് പോവുകയാണ്. അപ്പോഴത്തേക്കും നമ്മുടെ ഇവൻ പറയും ആൻറ്റി അവളുടെ കൈ പിടിച്ചിട്ട് പറയും എനിക്ക് നല്ല ടെൻഷൻ ആയതുകൊണ്ടാണ് എന്നൊക്കെ പറയും. അപ്പോൾ ഇവൻ ചെയ്യും അപ്പോൾ ഇവളെന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അവിടെ മെല്ലെ അങ്ങനെ എന്നിട്ട് പറയും എനിക്ക് നിന്നെ ഇഷ്ടമായി, കാരണം ഞാൻ ചാവാൻ പോയപ്പോൾ നീ മറ്റൊന്നും ചിന്തിക്കാതെ എടുത്ത് ചാടിയല്ലോ, അതുകൊണ്ട് എനിക്ക് നിന്നെ ഇഷ്ടമായി എന്നെല്ലാം പറയും. എന്നിട്ട് ഇവിടെ തന്നെ വേറൊരു ശബ്ദത്തിൽ നിന്ന് സംസാരിക്കും, അത് മറ്റാർക്കും മനസ്സിലാവില്ല. അതേ സമയം തന്നെ അവിടുന്ന് വേറൊരു കഷണ്ടി തലയും വന്നിട്ട് എന്താ പറയുക ഇവർ വന്നിട്ട് ഇടിക്കുകയാണ്. ഇടിച്ചിട്ട് നമ്മുടെ ആദ്യം നമ്മുടെ ആൻറ്റി എടുത്തിട്ട് വലിച്ചെറിയും, അത് കഴിഞ്ഞിട്ട് നമ്മുടെ ക്രിസും ബ്രാറ്റിനെ എടുത്ത് വലിച്ചെറിയും. അതേസമയം ഇത് കണ്ടിട്ട് നമ്മുടെ സെറാഫിൻ വന്നിട്ട് ആ മൊട്ടത്തലേനെ ചീത്ത അറിയുന്നുണ്ട്. അപ്പോൾ ഈ മൊട്ടത്തല എന്താ ചെയ്യുക വെച്ച് കഴിഞ്ഞാൽ അവൻ്റെ ആ കഷണ്ടി തലയും വെച്ചിട്ട് ഇവൻ ഒരൊറ്റ അടി നമ്മുടെ ആൻറ്റി ഒരൊറ്റ അടി അടിക്കും. അത് കണ്ടിട്ടും ദേഷ്യമായിട്ട് നമ്മുടെ ഇവളെന്താ ചെയ്യുക വെച്ചാൽ സെറാഫിൻ അവനെടുത്തിട്ട് ഒറ്റ കയറിയും ജസ്റ്റ് ഒന്ന് ഉന്തിയുള്ളൂ, അപ്പോഴത്തേക്കും തെറിച്ച് പോകുന്നുണ്ട്. ഇത് നമുക്ക് നമ്മുടെ ആൻറ്റിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. അപ്പോൾ നമ്മൾ കാണുന്നത് നമുക്ക് എന്തോ മനസ്സിലാവുന്നുണ്ട്, കാരണം ഇവൾ സാധാരണ എന്തോ ഒളിപ്പിക്കുന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അങ്ങനെ അവളവിടെ നിന്ന് ഇറങ്ങി പോകുമ്പോഴത്തേക്കും നമ്മുടെ ഹീറോ എന്താ ചെയ്യുക വെച്ച് കഴിഞ്ഞാൽ ഇവളുടെ പിന്നാലെ ഓടിപ്പോകും. ഇവളാട്ടോ ഇതിലത്തെ നടി എന്ന് പറയുന്നത്. അങ്ങനെ പിന്നാലെ ഓടിപ്പോയിട്ട് എന്താ പറയുക അവൾക്ക് വേറെ വഴിയില്ലാതെ അവളും അവിടെ നിന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് ഇവൻ്റെ അടുത്ത് നോക്കി വന്നിട്ട് ഇങ്ങനെ കിസ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ പോകുമ്പോഴത്തേക്കും അവൾ വേണ്ട ഇത് നടക്കത്തില്ല എന്ന് പറഞ്ഞിട്ട് ഇവനോട് പറയും നീ എന്തായാലും എന്നെ വിട്ട് പോകണം, അത് നിൻ്റെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് തന്നെയാണ് എന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് പോവുകയാണ്. അപ്പോൾ ഇവനാണെങ്കിലും നല്ല വിഷമമുണ്ട്. അപ്പോൾ ഇവനാണെങ്കിൽ ഇങ്ങനെ പോകുമ്പോഴത്തേക്കും അവിടെ ബ്രാറ്റും ക്രിസും ഇവനങ്ങനെ സമാധാനിപ്പിക്കുന്നുണ്ട്. അവൾ ചിലപ്പോൾ അനാഥയല്ലേ, അതുകൊണ്ട് അച്ഛനമ്മ വളർന്നതല്ലേ, അതുകൊണ്ട് നിന്നെ അക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച് ടൈം വേണ്ടിയിരിക്കും എന്നെല്ലാം പറഞ്ഞിട്ട് ഇവർ 3 പേര് ഇപ്പോൾ എങ്ങോട്ടാ പോകുന്നത് വെച്ചാൽ വീണ്ടും അവളെ വീട്ടിലേക്ക് അവൾ പോവാണ്. അപ്പോൾ അവൾ ഡോർ തുറക്കുമ്പോഴത്തേക്കും വേറൊരു മൊട്ടത്തലയാണ് വന്നിട്ടുണ്ടായിരുന്നു ഡോർ തുറക്കുന്നത്. തുറന്നിട്ട് ഇവരോട് പറയും ഇവിടെ സെറാഫിൻ ഇല്ല എന്ന് പറയും. അപ്പോൾ ഇവരാണെങ്കിലും തിരിച്ചു പോകാൻ വേണ്ടി നിൽക്കുമ്പോഴത്തേക്കും ഇവ മൊട്ടത്തലയൻ പറയും കുഴപ്പമില്ല, നിങ്ങൾ ഒരു പാർട്ടിക്ക് വരുന്നോ, എനിക്ക് അമേരിക്കൻസിനെ ഭയങ്കര ഇഷ്ടമാണ് നിങ്ങളെ പോലത്തെ, അതുകൊണ്ട് നിങ്ങൾ എൻ്റെ ഒപ്പം പാർട്ടിക്ക് വരുന്നോ ക്ലബിലോട്ട് എന്ന് പറഞ്ഞിട്ട് ഇവരെ പാട്ടോ ക്ഷണിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ആൻറ്റിയുടെ പറയും ഞങ്ങൾക്ക് അങ്ങനെ പാർട്ടിക്ക് ഞാൻ താല്പര്യമായിട്ട് പോകുമ്പോഴത്തേക്കും ആ മൊട്ടത്തെല്ലാം വീണ്ടും ഇവൻ്റെ അടുത്തേക്ക് വന്നിട്ട് എന്താ പറയുക അവർക്കൊരു കൂപ്പൺ കൊടുക്കാൻ ഒരു ടിക്കറ്റ് കൊടുക്കുകയാണ്. ആ ടിക്കറ്റിൽ ഇത് കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആ ക്ലബ്ബിൽ പാർട്ടിയിൽ കയറാൻ പറ്റുമെന്ന് പറഞ്ഞിട്ട് ഒരു ടിക്കറ്റ് കൊടുക്കുകയാണ്. എന്നിട്ട് ആ മൊട്ട അവരോട് പറയുന്നുണ്ട് ചിലപ്പോൾ അവിടെ സെറാഫ ഉണ്ടായിരിക്കും എന്ന് പറയുന്നത്. ഇത് കേൾക്കുന്നത് ഇവർ 3 പേരും കൂട്ട് ആ ക്ലബ്ബിലോട്ട് പോവാണ്. അതൊരു ക്ലബ്ബൊന്നുമല്ല, അവിടെ പാർട്ടി നടക്കുന്നതെന്നുള്ളൂ. അപ്പോൾ ഒരു 3 പേരും കൂട്ട് ആദ്യം കയറാൻ നോക്കുമ്പോഴത്തേക്കും അവിടെ വേറൊരു മൊട്ട തടയാൻ നിൽക്കുന്നുണ്ട് തടിയാൻ. ആ തടിയെ ഇവരെ നിർത്തിയിട്ട് പറയും ഇതിനോട്ടൊന്നും കാണാൻ പറ്റില്ല പറയുമ്പോൾ ഇവർ ആ ടിക്കറ്റ് കാണിച്ചു കൊടുക്കും. അപ്പോൾ ഇവരെ 3 പേര് അതിൻ്റെ അകത്തോട്ട് കയറ്റും. അങ്ങനെ ഇവർ 3 പേരും കൂട്ട് അതിനുള്ളിൽ പോയി നോക്കുമ്പോഴത്തേക്കും അതിനുള്ളിൽ സെറാഫിനില്ല, ബാക്കി കുറേ വേറെ ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ ആൻറ്റി ഉണ്ടല്ലോ, അപ്പോൾ ആൻറ്റി ക്രിസ്റ്റിനോട് പറയും നീ പോയിട്ട് അവളെ വീട്ടിൽ ഒന്നും കൂടി പോയി നോക്ക്, ഞങ്ങളിവിടെ നിൽക്കാമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ആൻറ്റിയും ബ്രാറ്റും ഇവിടെ തന്നെ നിൽക്കുകയാണ്. അങ്ങനെ നമ്മുടെ ക്രിസ് ഇപ്പോൾ സെറാഫിൻ്റെ വീട്ടിൽ പോയിട്ട് അവിടുത്തെ ബെല്ലടിക്കുകയാണ്. ഇത്തവണ ഡോർ ആരും വന്ന് തുറക്കുന്നില്ല. അപ്പോൾ അവൻ അവിടെ നോക്കുമ്പോഴത്തേക്കും അവിടെ ഒരു വെളിച്ചം കാണുന്നുണ്ട് അടിയിൽ. അപ്പോൾ അതെന്താ നോക്കാൻ വേണ്ടി അതിനുള്ളിൽ പോയി നോക്കുമ്പോൾ അവൻ ആ കാര്യം കണ്ട് ഞെട്ടുകയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനുള്ളിൽ ഒരു റൂമിൽ നമ്മുടെ സെറാഫിനെ പൂട്ടിട്ടിരിക്കുന്നു. അപ്പോൾ ഇവനെന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഡോറെല്ലാം തല്ലി പൊളിച്ചിട്ട് അതിനുള്ളിലോട്ട് കയറിയിട്ട് അവളുടെ അടുത്തോട്ട് പോവാണ്. അപ്പോൾ ഇവനെ കാണുന്നതും അവൾ പറയും അല്ല നീ എന്താ ഇവിടെ എന്ന് ചോദിക്കും. അപ്പോൾ ഇവൻ പറയും ഞാൻ നിന്നെ രക്ഷിക്കാൻ വന്നതാ, എന്നെ രക്ഷിക്കൊന്നും വേണ്ട. അപ്പോൾ ഇവൻ പറയും അങ്ങനെ പറയാൻ പറ്റത്തില്ല, അവിടെ ആൻറ്റി നിന്നെ പാർട്ടിയിൽ കാത്തിക്കാണെന്ന് പറയുമ്പോൾ ഇത് കേൾക്കുന്ന അവൾ പറയും അന്ന് അങ്ങനെയാണെങ്കിൽ അതാ അവിടെയാണ് കീ എന്ന് പറഞ്ഞിട്ട് എന്താ പറയുക ഒരു കീ ഇങ്ങനെ ആ ജനലിൽ തൂക്കിയിട്ടിട്ട് അതിങ്ങനെ ചൂണ്ടിക്കാണിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അവനാണെങ്കിലും അതെടുത്തിട്ട് എന്താ പറയുക ഇവളുടെ ആ സെല്ലുണ്ടല്ലോ ആ സെല്ല് തുറന്നു കൊടുക്കുകയാണ്. തുറന്നു കൊടുത്തിട്ട് ഇവൻ പറയും ഇവനോട് പറയും നീ എന്തായാലും വരണ്ട, അവിടെ വന്ന അപകടമാണെന്ന് പറയുമ്പോൾ ഇവൻ പറയും അതൊന്നും സീനില്ല, ഞാൻ വന്നാലൊന്നും സീനില്ല എന്ന് പറയുന്നത് ഇവളെന്താ വെച്ചാൽ ഇവൻ്റെ തലയ്ക്ക് ഒന്നാണ്ട് കൊടുത്തിട്ട് ആ സെല്ലിൻ്റെ ഉള്ളിൽ കയറ്റുകയാണ്. എന്നിട്ട് നമ്മുടെ ക്രിസ് ഉണ്ടല്ലോ, ക്രിസ് കണ്ണുറക്കുമ്പോൾ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ ആ സെല്ലിൻ്റെ ഉള്ളിൽ കിടക്കുന്നത് ആ ചാവി ഉണ്ടല്ലോ, ആ ചാവി
നേരത്തെ എവിടെയാണോ തൂങ്ങിക്കിടന്നത് അവിടെ തന്നെ ഇരിക്കുന്നുണ്ട്. ഈ ബേസ്മെൻറ്റിൽ ആരെയും കാണുന്നില്ല. അങ്ങനെ അതിൻ്റെ ഉള്ളിൽ ഒരു തുണി ഇട്ടിങ്ങനെ മൂടിയിട്ടിരിക്കുന്നുണ്ട്. ആ മൂടിയിരിക്കുന്ന ആരോ ഇങ്ങനെ ശ്വാസം വലിക്കുന്ന ശബ്ദം വലിയ രീതിയിൽ അവൻ കേൾക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇട്ട് അവൻ പേടിച്ചിട്ട് അലറി വിളിക്കുന്നുണ്ട്, എന്നെ നിഷിക്ക് എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ അതേ സമയം നമ്മുടെ സെറാഫിനാണെങ്കിലോ ഇപ്പോൾ ആ പാർട്ടി നോർത്തേക്ക് വന്നിട്ട് എന്താ പറയുക മാറി നിൽക്കാൻ പറയുകയാണ് ഈ തടീനോട്. ആ തടീനാണെങ്കിലോ ഇവളെ കണ്ട് പിന്നെ പേടിച്ചിട്ട് മാറി നിൽക്കുകയാണ്. അവളാണെങ്കിലും അതിൻ്റെ അകത്തോട്ട് പോയി നോക്കുമ്പോഴത്തേക്കും അതിനുള്ളിൽ നമ്മുടെ ആൻറ്റി ഇപ്പോൾ ഡ്രിങ്ക്സ് എല്ലാം അടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ നമ്മുടെ ആൻറ്റിയെ വിളിച്ചിട്ട് നമുക്ക് ഇവിടുത്തെ പെട്ടെന്ന് പോകണം, ഇവിടെ സേഫ് അല്ല എന്ന് പറഞ്ഞിട്ട് അവളെ വിളിച്ച് കൊണ്ടുപോവുകയാണ്. അങ്ങനെ കൊണ്ടുപോകാൻ നിൽക്കുമ്പോഴത്തേക്ക് ജാക്ക് എന്നൊരുത്തൻ എന്താ പറയുക പോകാൻ പറ്റത്തില്ല എന്ന് പറയുമ്പോൾ ഞാൻ ഇവനെ കൊണ്ടുപോവാണ് എന്ന് പറയുമ്പം അവളാണെങ്കിലും അവനെ ഒരു ടണൽ വഴി ഇങ്ങനെ ഇവിടേക്ക് കൊണ്ടുപോവുകയാണ്. അപ്പോഴത്തേക്ക് നമ്മുടെ മൊട്ടത്തലയുണ്ടല്ലോ, നേരത്തെ കണ്ട മൊട്ടത്തല, നേരത്തെ കണ്ട മൊട്ടത്തല ഈ ഈ ജാക്ക് എന്ന് പറയുന്ന അടുത്തേക്ക് വന്നിട്ട് നീ അവളെ എവിടേക്കാണ് വിട്ടത് എന്ന് പറഞ്ഞിട്ട് എന്താ പറയുക ഇവരെ പിന്നാലെ പോവുകയാണ്. അങ്ങനെ അതേസമയം നമ്മുടെ ക്രിസ്സിനെ കാണിക്കുമ്പോഴത്തേക്ക് നമ്മുടെ ക്രിസ് ഉണ്ടല്ലോ, അവൻ്റെ ഷർട്ടെല്ലാം ഊരി അവൻ്റെ ബെൽറ്റെല്ലാം കൂട്ടിക്കെട്ടിയിട്ട് അവൻ എന്തൊക്കെ രൂപത്തിൽ എന്തൊക്കെ ഉണ്ടാക്കിയിട്ട് ആ ചാവി കിടക്കുന്ന സാധനം ഉണ്ടല്ലോ, ആ ചാവി എടുക്കുന്ന നമ്പിക്കിനെ എറിയാണ്. അങ്ങനെ എറിഞ്ഞ് എങ്ങനെയൊക്കെ ആ ചാവി നിലത്തേക്കിട്ടാണ് അവൻ ചെയ്യുന്നത്. ഇട്ടിട്ട് എന്തോ പാകത്തിന് ആ ചാവി അവൻ്റെ ആ തുണിയിലൊന്ന് കിടക്കുന്നുണ്ട്. അങ്ങനെ അത് വലിച്ച് എടുത്തിട്ട് ആ ചാവി എടുത്ത് ആ സെല്ലെങ്ങനെയൊക്കെ തുറന്നിട്ട് അവൻ പുറത്തിറങ്ങുകയാണ്. അങ്ങനെ അതേ സമയം തന്നെ നമ്മുടെ മറ്റേ സെറാഫിൻ ഉണ്ടല്ലോ, സെറാഫിനിപ്പോൾ അവനെയും പിടിച്ച് കൊടുത്തിട്ട് ഒരു ടണൽ കാണിച്ചു കൊടുത്തിട്ട് ഇതിലൂടെ പെട്ടെന്ന് ഓടിപ്പോകും എന്ന് പറയും. അപ്പോൾ അവനാണെങ്കിലും പോകാണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ഇവനെന്താ ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സെറാഫിനെ പിടിച്ചിട്ട് ഒരു കിസ്സാണ് ചെയ്യും. കിസ്സ് ചെയ്യുമ്പോൾ ഇവളെന്താ ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവനെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. പക്ഷേ ഇവൻ്റെ പുറകിൽ എന്തോ അവനെ കുത്തി കയറുന്ന പോലെ ഇവൻ ഫീൽ ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഇവളെന്താ ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ആ ടണലിൻ്റെ ഉള്ളിൽ കൂടെ അവനെ ഉന്തിയിട്ടിട്ട് പെട്ടെന്ന് ഇവിടുന്ന് ഓടിപ്പോവാം. നമ്മുടെ ആ മൊട്ടത്തലയുണ്ടല്ലോ അവൻ കുറച്ച് ഡേഞ്ചറാണെന്നെല്ലാം പറയുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ സെറാഫിൻ്റെ ശബ്ദം സ്വഭാവമൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ മാറി തുടങ്ങുന്നുണ്ട്. എന്നിട്ട് ഇവിടുന്ന് പോകുന്നുണ്ട് നമ്മൾ ചീറി വിളിച്ചിട്ട് അവിടെ ഇരിക്കുന്ന ഒരു ഇഷ്ടികയൊക്കെ എടുത്തിട്ട് ഇവനെ എറിയുന്നുണ്ട്. ഇപ്പോൾ ഇവനാണെങ്കിലും അതിലൂടെ ഓടിപ്പോവുകയാണ്. അങ്ങനെ അതേ സമയം തന്നെ നമ്മളെ പാർട്ടി നടക്കുന്ന സ്ഥലത്ത് കാണിക്കുമ്പോഴത്തേക്കും നമ്മുടെ മൊട്ടയുടെ കൂട്ടുകാരന്മാരുണ്ടല്ലോ അവരെല്ലാവരും എന്തോ ഒരു മൃഗമായി കൊണ്ട് മാറിക്കൊണ്ട് നിൽക്കുകയാണ്. പിന്നെ നമ്മുടെ സെറാഫിനെ കാണിക്കുമ്പോഴത്തേക്കും സെറാഫിനും ഈ പൂർണ്ണചന്ദ്രനെ കാണുമ്പോൾ അവളും ഇങ്ങനെ എന്തോ ഒരു മൃഗമായിട്ട് മാറുകയാണ്. കാരണം അവളിപ്പോൾ ഒരു പൂർണ്ണമായിട്ടും ഒരു മനുഷ്യ ചെന്നായായിട്ട് മാറുകയാണ്. അപ്പോഴാണ് നമുക്കൊരു കാര്യം മനസ്സിലാവുന്നത്, ഈ പാർട്ടിയിലെ പകുതി മുക്കാൽ ആൾക്കാരും മനുഷ്യ ചെന്നായ്ക്കളാണ്. ഇവർ പാർട്ടി എന്നുള്ള പേരിൽ കുറേ പാവപ്പെട്ട ആൾക്കാരെ ഇങ്ങോട്ട് കൊടുത്തിട്ട് അവരെ കൊന്നു തിന്നാനാണ് ഇവരുടെ പ്ലാൻ എന്ന് പറയുന്നതും. അപ്പോൾ അവരാണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും തന്നെ ഓടിപ്പോവാണ്. അതേസമയം ഇതൊന്നും അറിയാതെ നമ്മുടെ ബ്രാറ്റ് ഉണ്ടല്ലോ, ബ്രാറ്റ് നമ്മുടെ ആൻറ്റിയെ മന്നയിച്ചിട്ട് ആ ടണലിൻ്റെ ഉള്ളിൽ നടക്കുകയാണ്. അങ്ങനെ പാർട്ടി സ്ഥലത്ത് കാണിക്കുമ്പോഴത്തേക്കും ഇവരെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കൂടിയിട്ട് ഈ ഡോറെല്ലാം അങ്ങനെ തുറക്കാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട്. പക്ഷേ നമ്മുടെ പുറത്ത് നിൽക്കുന്ന ആ മൊട്ടച്ചങ്ങായി ഉണ്ടല്ലോ, ഇവൻ ഇതെല്ലാം അറിയാം. അപ്പോൾ ഇവൻ മനഃപൂർവ്വം ഡോർ തുറക്കാണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അതേസമയം നമ്മുടെ ഇവനുണ്ടല്ലോ ക്രിസ്സിനെ കാണിക്കുമ്പോഴത്തേക്കും അവനിപ്പോൾ അവിടെ നിന്ന് ചാടിയിട്ട് എന്താ പറയുക ആ തുണിയിട്ട് മൂടി സാറുണ്ടല്ലോ അവിടെ ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് അത് തുറന്ന് നോക്കുമ്പോഴാണ് ആഹാ അതിനുള്ളിലുണ്ട് വേറൊരു ചെന്നായി കിടക്കുന്നത്. എന്താ പറയുക എന്തൊക്കെ കെട്ടിയിട്ടിട്ട് ഒരു ചെന്നായി കിടക്കുന്നത്. അവനാണെങ്കിലും ഇവൻ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ വരും. അപ്പോൾ ഇവൻ എങ്ങനെയൊക്കെയാണ് അവിടുന്ന് ഓടിപ്പോയിട്ട് ഒരു ഡോറുണ്ട്, ആ ഡോറ് തുറക്കാൻ നോക്കുമ്പോഴത്തേക്കും അതിൽ പുറത്തോട്ട് പോകാനുള്ള വഴിയില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ചെന്നായ പുറത്തോടെ തന്നെ വരുന്നുണ്ട്. ഇവൻ ആ പുറത്ത് ഡോർ തുറന്ന് നോക്കുമ്പോഴത്തേക്കും അതിൽ പുറത്ത് പോകുന്ന കാണുന്നില്ല. പക്ഷേ ഇവൻ എങ്ങനെയൊക്കെ അതൊക്കെ ചാടിയിട്ട് പുറത്തേക്ക് വരുന്നുണ്ട്. അതേസമയം നമ്മുടെ ബ്രാഡിനെ കാണിക്കുമ്പോഴത്തേക്കും ബ്രാഡ് ഇപ്പോൾ അന്തരം പിടിച്ചിട്ട് അവിടെ ആൻറ്റി അന്വേഷിച്ച് നടക്കാണ് ടണലിൻ്റെ ഉള്ളിൽ. അങ്ങനെ അവനെ നോക്കുമ്പോഴത്തേക്കും രണ്ട് കണ്ണുകൾ അവനെ കാണുന്നുണ്ട്. നോക്കുമ്പോൾ അത് മറ്റാരുമല്ല, അതൊരു ചെന്നായായിരുന്നു. അത് അവനെ കടിക്കാൻ വേണ്ടി വരുമ്പോഴത്തേക്കും ഇവനെ റാന്തെല്ലാം താഴത്തോട്ട് ഇടുമ്പോൾ അവിടെ ഞാൻ തീ പിടിക്കുന്നുണ്ട്. അതുകൊണ്ട് അവന് വേറെ വഴിയില്ല, ഈ ചെന്നായനെ അവനെ ആക്രമിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ ഇവൻ പൂർണ്ണമായിട്ട് അവൻ മരിക്കുമ്പോഴത്തേക്കും ഇവൻ എന്താ പറയുക ഒരു വെള്ളച്ചാട്ടമുണ്ട്, അതിലൂടെ അവൻ ചാടിയിട്ട് ആ ടണലിലൂടെ തന്നെ പോകുന്ന വെള്ളച്ചാട്ടമാണ്, അതിലോട്ട് വീഴുകയാണ്. അതേസമയം നമ്മുടെ ഇവനെ കാണിക്കുമ്പോഴത്തേക്കും ആൻറ്റിയെ കാണിക്കുമ്പോഴത്തേക്കും അവൻ ആ ടണലിൻ്റെ ഉള്ളിൽ നടക്കുമ്പോഴത്തേക്കും അവൻ്റെ പുറകെ ഉണ്ട് വേറൊരു ചെന്നായ വരുന്നത്. അപ്പോൾ അവിടെ എന്താ വെച്ചാൽ ഒരു ഗേറ്റ് ഉണ്ട്, ആ ഗേറ്റ് അങ്ങോട്ട് അടച്ചിടും. പക്ഷേ ഈ ചെന്നായ അത്രയ്ക്കും പവർഫുള്ളായിട്ടൊരു സാധനമാണ്. അപ്പോൾ അത് ആ ഗേറ്റെല്ലാം തകർത്തിട്ട് ഇവൻ്റെ പിന്നാലെ വരും. അപ്പോൾ ഇവനെന്താ വെച്ചാൽ അവിടെ ഇരിക്കുന്ന ഒരു കമ്പി ഉണ്ട്, ആ കമ്പി എടുത്തിട്ട് ഈ ചെന്നായനെ കുത്തും. എന്നിട്ട് അവിടെ നിന്ന് ഓടിപ്പോവും. പക്ഷേ ഈ ചെന്നായ അതെല്ലാം വലിച്ചൂരിയിട്ട് ഇവൻ്റെ പിന്നാലെ തന്നെ വരുമ്പോഴത്തേക്കും ഇവൻ അവിടെ ഒരു ഹോള് കണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലൂടെ പോകാൻ വേണ്ടി നോക്കുമ്പോഴത്തേക്കും ഇവൻ്റെ കാലിൽ വന്നിട്ട് ആ ചെന്നായ കടിക്കുകയാണ്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിപ്പോൾ പിറ്റേ ദിവസം അവൻ കണ്ണ് തുറക്കുമ്പോൾ അവൻ ഇരിക്കുന്നത് ഇപ്പോൾ സെറാഫിൻ്റെ ബെഡിലാണ്. അങ്ങനെ നമ്മൾ സെറാഫിനാണല്ലോ കിച്ചണിൽ നിന്നിട്ട് എന്തോ അങ്ങനെ മിക്സിയിലിട്ട് ഷെയ്ക്ക് അടിക്കുന്നത്. നമ്മുടെ ക്രിസ് ആയതും പുറത്തുണ്ട് കേട്ടോ. അങ്ങനെ ഷെയ്ക്ക് അടിക്കുന്നത് മാങ്ങും പഴയൊന്നുമല്ല, ഇതാണ് മനുഷ്യന്മാരുടെ ഓർഗൻസാണ്. അപ്പോൾ ഇതെല്ലാം നമ്മുടെ ക്രിസ് പുറത്തു നിന്ന് ജനലിൽ കൂടെ കാണുന്നുണ്ട്. ഇത് കാണുന്നവരാകെ പേടിച്ചിട്ട് ഇവൻ ഓടിപ്പോയിട്ട് നമ്മുടെ ഹീറോ കിടക്കുന്ന ജനലിലേക്ക് കല്ലൊക്കെ എടുത്തിറങ്ങിയിട്ട് പെട്ടെന്ന് ഇവിടുന്ന് പോകുന്ന അങ്ങനെ സിഗ്നലെല്ലാം അങ്ങനെ കൈ കൊണ്ടൊക്കെ ഇരുന്ന് കാണിക്കുന്നുണ്ട്. പക്ഷേ അപ്പോഴത്തേക്കും നമ്മുടെ സെറാഫിൻ നമ്മുടെ ഹീറോയുടെ അടുത്തേക്ക് വരികയാണ്.
എടുത്തേക്ക് വന്നിട്ട് നീ ഇപ്പം എങ്ങോട്ടും പോകുന്നില്ല എന്ന് പറഞ്ഞിട്ട് അവന് ആ ഷേക്കും കൊടുത്തിട്ട് പറയാണ്, എന്താ പറയുക, നിൻ്റെ കാലിൽ ഇപ്പോൾ ഒരു ചെന്നായ കടിച്ചിട്ടുണ്ട്, അതുകൊണ്ട് നീ ഇപ്പോൾ ആ ചെന്നായെ മാറി ഞങ്ങളെ പോലെ തന്നെ ആവുമെന്ന് പറയുമ്പോൾ ഇവനാണെങ്കിലും ഒന്ന് പോയ ഒന്ന് തമാശ പറയാമെന്ന് പറയുമ്പോൾ തന്നെ ഇവളെന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവളുടെ ആ മേത്തിട്ടിരിക്കുന്ന ഷർട്ട് എടുത്ത് ഊരും. ടീഷർട്ട് ഊരുമ്പോഴത്തേക്കും ഇവൻ ചെന്നായ അവളാവുന്ന പോലെ ഇങ്ങനെ തോന്നും, അവനാകെ പേടിക്കും. അപ്പോഴത്തേക്ക് ഇവൾ പറയും കുഴപ്പമില്ല, അത് ആദ്യമായിട്ട് കാണുന്നതാണ്, പിന്നെ അത് ശീലമായിക്കോളും എന്ന് പറയും. അങ്ങനെ ഇവരിത് പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ തന്നെ ഇവരെ പുറകിലുണ്ട് നമ്മുടെ സെറാഫിൻ്റെ അമ്മ വന്ന് നിൽക്കുന്നു, അതും മരിച്ചു പോയ ഗോസ്റ്റ്. ഇത് കാണുന്നത് നമ്മുടെ ആൻറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ മോളെ എനിക്ക് ഒന്നും വേണ്ട, ജീവൻ മതി എന്ന് പറഞ്ഞിട്ട് അവൻ പുറത്തേക്ക് ചാടി ഓടിപ്പോവാണ്. അവനെന്തോ ഒരു പവറെല്ലാം ഫീൽ ചെയ്യുന്ന പോലെ തോന്നുന്നുണ്ട്, അവൻ കുറച്ചുകൂടി പവർഫുള്ളായ പോലെ അവൻ ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ നമ്മുടെ ക്രിസ്സിനെ അവൻ കാണുന്നില്ല, അവൻ്റെ പേരെല്ലാം വിളിച്ച് പറയുന്നുണ്ട്. പക്ഷേ ക്രിസ്സിന് എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അവിടെ മുട്ടത്തലൽ അവനെ പിടിച്ച് കൊണ്ടുപോവാണ്. നമ്മുടെ ഹീറോ ഇപ്പോൾ വന്നിരിക്കുന്നത് ഇന്നലെ പാർട്ടി കാണുന്ന സ്ഥലമുണ്ടല്ലോ അവിടേക്കാണ്. അവിടെ വന്ന് നോക്കുമ്പോൾ എന്താ പറയുക, അവിടെ ആകെ ബോഡികളെല്ലാം ഇങ്ങനെ പുറത്ത് വെച്ചിട്ടുണ്ട്, ആൾക്കാർ മരിച്ചതിൻ്റെ. അവിടെ പോലീസുകാരുമുണ്ട്. അങ്ങനെ അവനവിടെല്ലാം നോക്കിയിട്ട് എന്താ പറയുക, കുറച്ച് മുന്നോട്ട് വരുമ്പോഴാണ് ഒരു കാര്യം കാണുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ അടുത്തുള്ളൊരു റിവറുണ്ട്. ആ റിവറിലിട്ട് നമ്മുടെ ബ്രാഡിൻ്റെ ശരീരം, കാരണം ഇന്നലെ തന്നെ അവൻ അതിലേക്ക് വീണിട്ട് മരിച്ചിരുന്നു പാവം. അപ്പോഴത്തേക്കും അവിടെ അടുത്ത് നിൽക്കുന്ന ഒരു പോലീസുകാരൻ ഇവനെയും പിടിച്ചിട്ട് കൊണ്ടുപോവാണ്. കൊണ്ടുപോയിട്ട് ഇവനെ ചോദ്യം ചെയ്യാനാണ് കൊണ്ടുപോകുന്നത്. കാരണം ബ്രാഡ് ഇവൻ്റെ ഫ്രണ്ടാണോ എന്നെല്ലാം അറിയാനാണ് ഇവർ ചോദ്യം ചെയ്യുന്നത്. എന്നിട്ട് ഇവൻ്റെ ഒരു കാര്യം പറയുന്നുണ്ട് ഇവർ, എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബോഡിയിലൊന്നും ഇൻറ്റേർണൽ ഓർഗൻസ് ഇല്ല, ഇതെല്ലാം മിസ്സിങ് ആണെന്നെല്ലാം പറയുന്നുണ്ട്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് അവൻ്റെ ചോദ്യം ചെയ്യലെല്ലാം കഴിഞ്ഞിട്ട് ഇവൻ പുറത്തിറങ്ങിയിട്ട് എന്താ പറയുക, ഇവൻ എന്തെല്ലാം ഫീൽ ചെയ്യുന്നുണ്ട്, എന്തൊക്കെ ഇവൻ്റെ ബോഡിയിൽ മാറുന്ന പോലെയൊക്കെ അവൻ ഫീൽ ചെയ്യുന്നുണ്ട്. എന്താ ചെന്നായി മാറുമെന്ന് അറിയത്തില്ല, എന്തൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് അവനിപ്പോൾ എന്താ പറയുക ഒരു റെസ്റ്റോറൻറ്റിലോട്ട് പോകണം, നല്ല വിശപ്പുണ്ട്. അങ്ങനെ റെസ്റ്റോറൻറ്റിലോട്ട് അവിടുന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വേറൊരു പെണ്ണ് വരുന്നുണ്ട്. ഇവളുടെ പേരാണ് എമി. ഇവളൊരു വന്നിട്ട് ഇവളും ഒരു അമേരിക്കക്കാരാണ്. അപ്പോൾ ഇവൻ്റെ അടുത്തോട്ട് വന്നിട്ട് ഇവനങ്ങനെ പരിചയപ്പെടുന്നുണ്ട്. പരിചയപ്പെട്ട് ഇവനെ എന്തോ ഡിന്നറെല്ലാം കഴിക്കാൻ വിളിക്കുന്നുണ്ട്. അപ്പോൾ നല്ല വിശപ്പുണ്ട്. അപ്പോൾ ഇവൾ പറഞ്ഞ് ഒന്നും ശ്രദ്ധിക്കുന്നില്ല. അങ്ങനെ അവിടെ ഒരു ഫുഡ് കൊടുന്നിരിക്കുന്നുണ്ട്. കൊടുന്നിച്ചിട്ട് ഇവൻ അത് തുറക്കുമ്പോഴത്തേക്കും അതിനുള്ളിലാണ് ഇവിടെ ബ്രാഡിൻ്റെ തല. ഇത് കാണുന്നത് ഇവൻ ആകെ പിടിച്ചിട്ട് അല്ലടാ നീ എന്താ ഇവിടെ എന്ന് പറഞ്ഞിട്ട് ഇവൻ പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കാണുന്നത് നമ്മുടെ എമ്മിക്കാണെങ്കിൽ നല്ല ചിരി വരുന്നുണ്ട്. അങ്ങനെ തിരിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. അങ്ങനെ ഇതെല്ലാം ശ്രദ്ധിച്ചിട്ട് ഒരു ഇൻസ്പെക്ടറും അവിടെ ഇരിക്കുന്നുണ്ട്. ഇതെല്ലാം അങ്ങോട്ട് നമ്മുടെ ഹീറോ പെട്ടെന്ന് വാഷ്റൂമിലോട്ട് ഓടിപ്പോകുന്നുണ്ട്. ഓടിപ്പോകുമ്പോൾ അവൻ്റെ പിന്നാലെ നമ്മുടെ ബ്രാഡിൻ്റെ കോസ്റ്റ്യൂം വന്നിരിക്കുന്നത്. അപ്പോൾ ഇവൻ ചോദിക്കുന്നുണ്ട്, അല്ലാതെ നീ ഇപ്പം എൻ്റെ പിന്നാലെ എന്ന് പറയുമ്പോൾ അവനെ കൊന്ന എന്താ പറയുക ചെന്നായനെ അവൻ കൊല്ലാതെ അവൻ ഈ ലോകം വിട്ട് പോകത്തില്ലെന്നാണ് നമ്മുടെ ബ്രാഡ് പറയുന്നത്. അപ്പോൾ ഇപ്പോഴാണ് നമുക്ക് കാര്യം മനസ്സിലാവുന്നത്, നമ്മുടെ ഹീറോയ്ക്ക് ചെന്നായ അതുകൊണ്ട് തന്നെ നമ്മുടെ ഗോസ്റ്റുകളെല്ലാം കാണാൻ കഴിയും. അതുകൊണ്ടാണ് അവന് ബ്രാഡിനെ കാണാൻ കഴിയുന്നത്. അങ്ങനെ ഇവനാണെങ്കിലും നമ്മുടെ എമിയെയും പിടിച്ചുകൊണ്ട് എന്താ പറയുക പുറത്തോട്ട് വന്നിട്ട് എന്താ പറയുക ഒരു ചർച്ചിലോട്ടാണ് വന്നിരിക്കുന്നത്. അവിടെ വന്നിട്ട് അവർ കുറച്ച് റൊമാൻറ്റിക് ആയിട്ട് ഇങ്ങനെ ഇരിക്കാൻ ശ്രമിക്കുകയാണ്. അതേസമയം നമ്മൾ ഇതെല്ലാം കണ്ടിട്ട് നമ്മുടെ ഡിറ്റക്റ്റീവ് ഉണ്ടല്ലോ, ഡിറ്റക്റ്റീവ് ഒരു നായനെയും പിടിച്ചിട്ട് ഇതെല്ലാം ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട്. അങ്ങനെ ഒരു പൂർണ്ണചന്ദ്രനാണ് ഇപ്പോൾ പുറത്ത്. നമ്മുടെ ഹീറോയ്ക്ക് എന്തെല്ലാം ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവന് മനസ്സിലായി ഇവൻ ഇവിടെ ഇരുന്നാൽ ശരിയാവത്തില്ല എന്ന് മനസ്സിലായതുകൊണ്ട് തന്നെ അവിടെ നിന്ന് ഓടിപ്പോവാണ്. ഓടിപ്പോകുമ്പോൾ അത് പിന്നാലെ തന്നെ നമ്മുടെ എമിയും വരുന്നുണ്ട്. അങ്ങനെ ഇവൻ്റെ ബോഡി തണുപ്പിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒരു പോണ്ടിലോട്ടെടുത്ത് ചാടുകയാണ്. നമ്മുടെ എമി പിന്നാലെ വന്ന് നോക്കുമ്പോഴത്തേക്കും അവൻ പെട്ടെന്നൊരു ചെന്നായി മാറിയിട്ട് എമിയുടെ അടുത്തേക്ക് വരികയാണ്. അപ്പോൾ എമി ഇതൊക്കെ കണ്ട് പേടിച്ചിട്ട് അവൾ എന്താ പറയുക അവിടെ ഇരിക്കുന്ന വേറൊരു സ്ഥലമുണ്ട്, ഒരു ചർച്ചിലുള്ളൊരു സ്ഥലം ഉണ്ട്, അതിൻ്റെ ഉള്ളിലോട്ട് കയറി കുത്തിയിരുന്നിട്ട് എന്താ പറയുക ഒളിച്ചിരിക്കുകയാണ്. ഒളിച്ചിങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും ഇത് കണ്ടിട്ട് നമ്മുടെ നമ്മുടെ ആൻറ്റിയും പിന്നാലെ വരുന്നുണ്ട്. പക്ഷേ എന്താ പറയുക ആൻറ്റി പിന്നാലെ വരുമ്പോഴത്തേക്കും നമ്മുടെ എമി ഇരിക്കുന്നിടത്തേക്ക് എന്താ പറയുക നമ്മുടെ മറ്റേ ഡിറ്റക്റ്റീവിൻ്റെ നായ ഉണ്ടല്ലോ, നായ ഇങ്ങനെ പോവും. നായയുടെ നേരെ ഇങ്ങനെ കാണുമ്പോഴത്തേക്കും എന്താ പറയുക എമി വിചാരിക്കും അത് നമ്മുടെ ആൻറ്റി എന്ന് വിചാരിച്ചിട്ട് അവിടെ നിന്ന് ഓടിപ്പോകുന്നത് നമ്മുടെ ആൻറ്റിയുടെ വായിലോട്ട്. ആൻറ്റി വെറുതെ വിടുമോ, ആൻറ്റി ചെന്നായതോടെ തന്നെ അവളവിടെ വെച്ച് കൊല്ലുകയാണ്. അങ്ങനെ ഇതെല്ലാം ആ ഇൻസ്പെക്ടറും കാണുന്നുണ്ട്. ആ ഇൻസ്പെക്ടർ ഇതെല്ലാം കണ്ടിട്ട് ഇവൻ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുകയാണ്. അങ്ങനെ അവൻ ഇൻസ്പെക്ടറിനെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുമ്പോഴത്തേക്കും അവൻ്റെ നായ വന്നിട്ട് ഇവനെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുമ്പോഴേക്കും ആ നായനെ ഇവനെ കൊല്ലുകയാണ്. അങ്ങനെ പിറ്റേ ദിവസം ഇപ്പോൾ ഇവൻ കണ്ണ് തുറന്ന് നോക്കുമ്പോഴത്തേക്കും ആ നായ അവിടെ ചത്ത് കിടക്കുന്നുണ്ട്. ഇവൻ്റെ മേലെല്ലാവരും കൂടിയിട്ട് എന്താ പറയുക ഇങ്ങനെ ന്യൂസ് എല്ലാം എടുക്കുന്നുണ്ട്. എന്നിട്ട് ഇവനെ പോലീസുകാരും പിടിച്ചു കൊണ്ടുപോകുന്നുണ്ട്. എന്നിട്ട് പോലീസുകാർ പറയുന്നുണ്ട് നിന്നെപ്പോൾ പിടിച്ചുകൊണ്ടുവരാൻ കാരണം നീ കിടക്കുന്നതിൻ്റെ അപ്പുറത്ത് തന്നെ ഒരു പെണ്ണും ചത്തെടുക്കുന്നുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് നമ്മുടെ എമിയുടെ ബോഡി ഇങ്ങനെ കാണിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ അവനങ്ങനെ നോക്കി നിൽക്കുമ്പോഴത്തേക്കും എമിയുണ്ട് ഇവനോട് ചീത്ത പറയുന്നു. കാരണം എമിയെ കൊന്നത് അവനാണല്ലോ, കാരണം അവനെ കൊല്ലാതെ എമി ഇവിടുന്ന് പോകത്തില്ല, പ്രതികാരം തീർത്തിട്ടേ പോകത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട് നിൽക്കുമ്പോഴത്തേക്കുണ്ട് നമ്മുടെ ബ്രാഡിൻ്റെ കോസ്റ്റ്യൂം വരുന്നത്. എന്നിട്ട് അവനെ രണ്ടാളും കൂടിയിട്ട് നമ്മുടെ ഹീറോനെ ഇങ്ങനെ ചീത്ത അറിഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. ഹീറോയ്ക്ക് വേറെ വഴിയില്ലാതെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അതേസമയം നമ്മുടെ ഇൻസ്പെക്ടർ അവൻ കണ്ട കാര്യങ്ങളെല്ലാം അവരോടൊന്നും പറയുമ്പോൾ എന്താ പറയുക അവരൊന്നും അത് വിശ്വസിക്കുന്നില്ല. അത് കഴിഞ്ഞ് നമ്മുടെ പോലീസുകാർ ഇവനെ വന്ന് നോക്കുമ്പോഴത്തേക്കും അവനവിടെ കാണുന്നില്ല, അവൻ ഓൾറെഡി പുറത്ത് ചാടിയിട്ടുണ്ട്.
അങ്ങനെ ഇവൻ്റെ പിന്നാലെ തന്നെ മറ്റ് 2 പേരും ഇങ്ങനെ വരുന്നുണ്ട്. എന്നിട്ട് ബ്രാഡ് ഇവനോട് ഇങ്ങനെ പറയുന്നുണ്ട്, "നിനക്ക് തിരിച്ചിനി മനുഷ്യനാവണമെങ്കിൽ എന്നെ ഒരേ വഴിയുള്ളൂ. നിന്നെപ്പോലെ തന്നെ ചെന്നായിമായ ഒരാളുടെ ഹൃദയം നീ കഴിക്കണം" എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവൻ എന്താ ഉദ്ദേശിക്കാനുള്ള കാര്യം നമ്മുടെ ഹീറോയ്ക്ക് മനസ്സിലാവുന്നുണ്ട്. മറ്റാരുമല്ല, നമ്മുടെ ഹീറോയിനെയാണ് അവൻ ഉദ്ദേശിച്ചത്, നമ്മുടെ സെറാഫിനെ. അപ്പോൾ അതൊന്നും നടക്കത്തില്ല എന്ന് അവൻ പറയുന്നുണ്ട്. അങ്ങനെ അവൻ അവിടെ നിൽക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ മൊട്ടയുടെ ഗ്യാങ് വന്നിട്ട് അവനെ പിടിച്ച് കൊണ്ടുപോവാണ്. മൊട്ടയുടെ ഗ്യാങ് വന്നിട്ട് അവനെ പിടിച്ച് കൊണ്ടുപോകുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ചർച്ച് പോലത്തെ ഒരു സംഭവമുണ്ട്. സ്ഥലത്തേക്കാണ് ഇവനെ കൊണ്ടുപോകുന്നത്. കൊണ്ടുപോയിട്ട് അവൻ്റെ പ്ലാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഹീറോയും ഇപ്പോൾ ഇവരെ പോലെ തന്നെ ചെന്നായി മാറിയല്ലോ, അപ്പോൾ ഇവരുടെ ഗ്യാങ്ങിൽ ചേരണം എന്നാണ് നമ്മുടെ മൊട്ട പറയുന്നത്. അപ്പോൾ ഇവനാണെങ്കിലും പറയുന്നുണ്ട്, അതൊന്നും പറ്റത്തില്ല എന്നെല്ലാം പറയുമ്പോൾ ഇവരെന്താ ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, മൂലത്തോട്ട് ഇങ്ങനെ കാണിച്ചു കൊടുക്കും. കാണിക്കുമ്പോൾ അവിടെ നമ്മുടെ ക്രിസ്സിനെ അങ്ങനെ കെട്ടി വെച്ചിരിക്കുന്നു. എന്നിട്ട് നമ്മുടെ ക്രിസ് അല്ല, നമ്മുടെ ഹീറോനോടും ഇവർ ഈ മൊട്ടലെല്ലാം പറയും, അവിടെ ഒരു കത്തി വെച്ചിട്ട് പറയും, അവൻ്റെ ഹൃദയം മുറിച്ച് മാറ്റി എന്ന് പറയുമ്പോൾ ഇവന് ഒരിക്കലും പറ്റത്തില്ല. അപ്പോൾ ഇവൻ എന്താണെന്ന് വെച്ചാൽ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഇവൻ അറ്റാക്ക് ചെയ്യും നമ്മുടെ മൊട്ടയുടെ ഗ്യാങ്ങിനെ. അപ്പോൾ ഈ മൊട്ടയുടെ ഗ്യാങ് എല്ലാവരും ചെന്നായ മനുഷ്യന്മാരാണ്. അപ്പോൾ ഇവരെല്ലാവരും കൂട്ടി ഇവനെ വളഞ്ഞിട്ട് ആക്രമിക്കാൻ നോക്കുന്നുണ്ട്. ഇവൻ നല്ല രീതിയിൽ അങ്ങോട്ടും അടിച്ചിടുന്നുണ്ട്. അങ്ങനെ ഒരു സമയത്ത് എന്താ പറയുക, പെട്ടെന്ന് സെറാഫിൻ്റെ ഒച്ച ഇങ്ങനെ കേൾക്കുകയാണ്. അവിടെ ഡോറ് തുറക്കുന്ന ഒച്ച. ആ ഡോർ അങ്ങോട്ട് തല്ലി മാറ്റിയിട്ട് സെറാഫിൻ വന്നിട്ട് എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടെ എല്ലാവരും തീയിടുകയാണ്. തീയിട്ടിട്ട് നമ്മളെ ഹീറോയിനും കൊണ്ടിട്ട് എന്താ പറയുക, വേറൊരു ടണൽ വഴി ഓടിപ്പോവാണ്. ഓടിപ്പോകുന്ന വഴിയല്ല, അവളൊരു പെട്രോൾ വെച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നിട്ട് അവിടെ വന്നിട്ട് ഒരു തീ കണ്ടിടും. തീ ഇടുമ്പോൾ അവിടെ മൊത്തം അങ്ങോട്ട് കത്തുകയാണ്. എന്നിട്ട് ഇവർ അങ്ങോട്ട് എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, അവിടെ അടുത്തുള്ള ഹോളുണ്ട്, അതിലൂടെ എടുത്തിട്ട് ഒരു റിവർ പോലത്തെ സംഭവമുണ്ട്, വെള്ളച്ചാട്ടം. അതിലൂടെ എടുത്ത് ചാടുകയാണ്. ചാടിയിട്ട് ഇതിപ്പോൾ ഒരു വെങ്ങണ്ട പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സെറാഫിൻ്റെ വീട്ടിലോട്ടാണ്. അങ്ങനെ ആ ടണൽ വഴി ഇപ്പോൾ ആ സെറാഫിൻ്റെ ആ ബേസ്മെൻറ്റിലോട്ട് എത്തിയിട്ട് നമ്മുടെ അവിടെ മൂടിയിട്ടിരിക്കുന്ന ആളുണ്ടല്ലോ, അയാളെ സെറാഫിൻ കാണിച്ചു കൊടുക്കുകയാണ്. നോക്കുമ്പോഴത്തേക്കും അത് മറ്റാരുമല്ല, അത് നമ്മൾ സ്റ്റാർട്ടിങ് സീനിൽ കണ്ട ആ ഓടി വരുന്ന ആ സയൻറ്റിസ്റ്റ് ഉണ്ടല്ലോ, അയാളാണ്. ഇത് സത്യം പറഞ്ഞാൽ നമ്മുടെ സെറാഫിൻ്റെ രണ്ടാം അച്ഛനാണ്. ഇയാളൊരു സയൻറ്റിസ്റ്റ് ആയതുകൊണ്ട് തന്നെ ഇവർ കുടുംബം മൊത്തം ഇതുപോലെ വെയർവൂൾഫുകളായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താ പറയുക, ഒരു പരീക്ഷണം നടത്തി. അപ്പോൾ ആദ്യം പരീക്ഷണം നടത്തിയത് നമ്മുടെ സെറാഫിൻ്റെ അമ്മയിലായിരുന്നു. അങ്ങനെ സെറാഫിൻ്റെ അമ്മ മരിച്ചു. അപ്പോൾ ആ ദേഷ്യത്തിൽ സെറാഫിൻ ഇതുപോലെ വെയർവൂൾഫായിട്ട് ഇയാളെ അറ്റാക്ക് ചെയ്യാൻ വന്നതാണ് നമ്മൾ ആദ്യത്തെ സീനിൽ കാണിച്ചത്. അങ്ങനെ തന്നെയാണ് ഇയാളുടെ കാല് പോയതും. അങ്ങനെ പിറ്റേ ദിവസം ഇപ്പോൾ അവൾ കണ്ണു തുറന്ന് നോക്കുമ്പോൾ എന്താ പറയുക, തൻ്റെ അച്ഛനെ തന്നെ കൊന്ന ആ കുറ്റബോധത്തിലാണ് ഇവൾ മരിക്കാൻ വന്നതും നമ്മുടെ ഹീറോ ഇവളെ രക്ഷിച്ചതും. അങ്ങനെ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞ് നിൽക്കുമ്പോൾ തന്നെ എന്താ പറയുക, ഇവർ നമ്മുടെ സെറാഫിൻ്റെ വീട്ടിൽ തന്നെയാണ് നിൽക്കുന്നത്. അങ്ങനെ നമ്മുടെ മൊട്ടയുടെ ഗ്യാങ് അങ്ങോട്ട് വരുന്നുണ്ട് നമ്മുടെ ഹീറോനെ അന്വേഷിച്ചിട്ട്. അപ്പോഴത്തേക്കും ഹീറോ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, അവിടെ നല്ല തുണിയെല്ലാം എടുത്തിട്ട് ജനൽ വഴി ചാടിയിട്ട് അവിടെ ഓടുകയാണ്. ഓടിയിട്ട് എന്താ പറയുക, നമ്മുടെ സെറാഫിനാണെങ്കിലും ഇവനെ തടയാൻ നോക്കുന്നുണ്ട്. പക്ഷേ അവൻ്റെ ഒപ്പമുള്ള 2 ആൾക്കാർ എന്താ പറയുക, ഹീറോയുടെ പിന്നാലെ ഓടിയിട്ടുണ്ട്. അങ്ങനെ ഇവൻ ഓടി വന്നിട്ട് ഒരു സിറ്റിയിൽ വന്നിട്ട് എന്നാൽ ഒരു കാറിൻ്റെ അടിയിൽ ഇങ്ങനെ ഒളിച്ചിരിക്കുകയാണ്. ഒളിച്ചിരിക്കുമ്പോഴത്തേക്കാണ് നമ്മുടെ എമിയുടെ പ്രേതം ഉണ്ടല്ലോ, അത് വന്നിട്ട് ഇങ്ങനെ വിളിച്ച് കാണിച്ചു കൊടുക്കണം, ഇവൻ ഇവിടെ ഉണ്ട് പറഞ്ഞിട്ട് കാണിച്ചു കൊടുക്കണം ഈ പ്രേതത്തിൻ്റെ കാര്യം. അങ്ങനെ ഇവനെ വിളിച്ച് നോക്കിയിട്ട് ഇങ്ങനെ വിസിൽ വിളിക്കുമ്പോഴത്തേക്കും അവളുടെ കണ്ണെല്ലാം ഇങ്ങനെ പുറത്തേക്ക് ചാടി വീഴുകയാണ്. വീഴുമ്പോഴത്തേക്കും ഈ ഒരു ഗ്യാപ്പിൽ നമ്മുടെ ഹീറോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നിന്ന് ഓടിപ്പോവാണ്. ഓടിപ്പോയിട്ട് അവിടെ അടുത്തുള്ള ഒരു കാറിൽ കയറിയിട്ട് അതും എടുത്തിട്ട് പോവാണ്. അതെടുത്ത് പോയിട്ട് അങ്ങനെ ബാക്കിലോട്ട് നോക്കി പോകുമ്പോൾ തന്നെ അവൻ മേലെ പോയിട്ട് വേറൊരു വണ്ടി പോയിട്ട് ചാമ്പുകയാണ്. അങ്ങനെ ആ വണ്ടി പോയിട്ട് വേറൊരു വണ്ടി നമുക്ക് ഇടിക്കുകയാണ്. അങ്ങനെ അവിടെ മൊത്തം ഒരു ക്രാഷ് ആവുകയാണ്. എന്നിട്ട് ഇവൻ്റെ പിന്നാലെ ഈ നാട്ടുകാർ ഓടി വരികയാണ്. ഇപ്പോൾ ഒരു ടീം നാട്ടുകാരും ഒരു ടീം നമ്മുടെ മൊട്ടയുടെ ഗ്യാങ്ങും. ഇവൻ എങ്ങനെയൊക്കെ ഓടിപ്പോയിട്ട് ഒരു ബസ്സിൻ്റെ പിന്നാലൊക്കെ തൂങ്ങി പിടിച്ച് പോയിട്ട് അവിടുന്ന് പോവുകയാണ്. അങ്ങനെ ഇവനിപ്പോൾ വന്നിരിക്കുന്നത് സാറയുടെ വീട്ടിലോട്ട് തന്നെയാണ്. സെറാഫിൻ്റെ വീട്ടിലോട്ട് തന്നെയാണ്. സെറാഫിൻ്റെ വീട്ടിൽ നോക്കുമ്പോഴത്തേക്ക് സെറാഫിൻ ഇവിടെ ഇപ്പോൾ അവൻ്റെ രണ്ടാം അച്ഛനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യം ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. കാരണം നമ്മുടെ മൊട്ടയുടെ ഗ്യാങ് വന്നിട്ട് മൊട്ട അവിടെ എല്ലാം അടിച്ച് പൊട്ടിച്ചിട്ടിട്ട് അവിടുന്ന് എന്തോ ലാബിൽ നിന്ന് ഒരു മരുന്ന് എടുത്ത് കൊണ്ടിട്ടുണ്ട്. ഈ മരുന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, രാത്രി ആവണ്ട അതിന് മുന്നേ തന്നെ ഈ വെയർവൂൾഫ് ആവാനുള്ള ഒരു മരുന്നാണത്. അതും എടുത്ത് പോയിട്ടുണ്ട്. അപ്പോഴത്തേക്ക് നമ്മുടെ മൊട്ടയുടെ ഗ്യാങ് കാണിക്കുമ്പോഴത്തേക്കും മൊട്ടയുടെ ഗ്യാങ് ഇപ്പോൾ ഇവിടെ ഒരു പാർട്ടി എല്ലാം ഓർഗനൈസ് ചെയ്തിട്ടുണ്ട്, വീണ്ടും ഇങ്ങനെ ആൾക്കാരെ കൊല്ലാൻ വേണ്ടിയിട്ട്. അപ്പോഴത്തേക്ക് നമ്മുടെ ഹീറോ വന്നിട്ടെന്ന് വെച്ചാൽ അവിടുത്തെ ആ മ്യൂസിക് സിസ്റ്റം ഉണ്ടല്ലോ, അതിൻ്റെ വയറെല്ലാം വലിച്ചു കൂടിയിട്ട് അവൻ അവിടെ കയറിയിട്ട് പറയുകയാണ്, ഇവിടെയുള്ള എല്ലാവരും പിരിഞ്ഞു പോകണം, നിങ്ങളെല്ലാവരും അപകടത്തിലാണെന്നെല്ലാം പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും അവിടെ ഇൻസ്പെക്ടറും കുറച്ച് പോലീസുകാർ വിളിച്ചിരിക്കുന്നുണ്ടായിരുന്നു. അവർ ഈ പാർട്ടിയിൽ വന്നിട്ടുണ്ട്. അവർ വന്നിട്ട് എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഹീറോനെ വിളിച്ചിട്ട് അറസ്റ്റ് ചെയ്തിട്ട് അവിടെ നിന്ന് കൊണ്ടുപോവാണ്. ഇങ്ങനെ കൊണ്ടുപോകുമ്പോൾ ഇവൻ പറയുന്നുണ്ട്, ഇവിടുന്ന് എല്ലാവരും പോകണം, ഇത് അപകടമാണെന്നെല്ലാം പറയുമ്പോൾ അവരൊന്നും കേൾക്കുന്നില്ല. എന്തായാലും അനുഭവിച്ചിട്ട് തീരട്ടെ എന്ന് വിചാരിച്ചിട്ട് ഹീറോ ഇങ്ങനെ പോവാണ്. അതേസമയം കുറച്ച് പേര് ഇങ്ങനെ എന്താ പറയുക, തലയെല്ലാം ഇങ്ങനെ പ്രീസ്റ്റിൻ്റെ ഒരു വേഷമെല്ലാം ഇട്ടിട്ട് ഇങ്ങനെ കുറച്ച് ആൾക്കാർ വന്ന് നിൽക്കുന്നുണ്ട്. അങ്ങനെ ഹീറോ നോക്കുമ്പോട്ട് നമ്മുടെ മൊട്ടത്തലയുണ്ട് അവിടെ നിന്നിട്ട് ഓരോന്ന് പറയുന്നു. അപ്പോൾ ഇത് കൂടി കാണുന്ന നമ്മുടെ ഹീറോ എന്താ വെച്ചാൽ അവിടെ നിന്ന് ആ പോലീസുകാരെ ഗണ്ണും എടുത്തിട്ട് ഈ മൊട്ടേനെ ഷൂട്ട് ചെയ്യാൻ നോക്കുകയാണ്. അപ്പോഴത്തേക്ക് ഇത് കണ്ടിട്ട് നമ്മുടെ ഇൻസ്പെക്ടർ പറയും,
എല്ലാവരും അറസ്റ്റ് ചെയ്തോളാൻ പറയുന്നുണ്ട്. അപ്പോൾ ഇത് കണ്ടിട്ട് പോലീസുകാരാണെങ്കിലും എന്താ പറയുക, മൊട്ടയുടെ ഗ്യാങ്ങിനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകുമ്പോഴത്തേക്കും മൊട്ടയുടെ ഗ്യാങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മൊട്ട എല്ലാവരും കൂടിയിട്ട് ആ മരുന്നുണ്ടല്ലോ അത് അവരെ മേത്ത് കുത്തിവെക്കും. എന്നിട്ട് ഈ പോലീസുകാർ എന്താ പറയുക ഇവർ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുപോകുമ്പോഴത്തേക്കുമാണ് ഈ മൊട്ടയുടെ ഗ്യാങ് എല്ലാവരും ഈ വെയർവൂൾഫായിട്ട് മാറുന്നതും ഇവർ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നു. ഇവരാണെങ്കിൽ എല്ലാവരും ആക്രമിക്കുന്നുണ്ട്, പോലീസുകാർ ആക്രമിക്കുന്നുണ്ട്, അവിടെ വന്ന ആൾക്കാർ ആക്രമിക്കുന്നുണ്ട്, എല്ലാവരും ആക്രമിക്കുന്നുണ്ട്. ഇതേ സമയം നമ്മുടെ സെറാഫിനാണെങ്കിലോ അവിടെ ഒരു ബുൾഡോസറും എടുത്ത് വന്നിട്ട് ആ ചർച്ചിനെ വന്നിട്ട് ഇടിക്കുകയാണ്. അപ്പോഴത്തേക്കും ഈ പാവപ്പെട്ട ആൾക്കാരുണ്ടല്ലോ, ആ സാധാരണക്കാർ, അവരെല്ലാവരും അതിൽ കൂടെ ഓടിപ്പോവാണ്. പുറത്ത് പോലീസുകാർ വന്നിട്ടുണ്ട്, ആ ഇൻസ്പെക്ടർ വിളിച്ചതുകൊണ്ട് തന്നെ. അങ്ങനെ ഇവിടെ ഒരു കോമഡി സീനുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഓടിപ്പോകുമ്പോൾ തന്നെ നമ്മുടെ ക്രിസ് ഉണ്ടല്ലോ, ക്രിസിനെ ഒരു കുരിശുമലായിരുന്നു കെട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൊണ്ടാണ് ഓടിപ്പോവാണ്. എങ്ങനെയാണ് ജീവൻ തിരിച്ചിട്ടായിട്ടാണ് അവൻ ഓടിപ്പോകുന്നത്. അങ്ങനെ നമ്മൾ അകത്ത് കാണിക്കുമ്പോഴത്തേക്കും നമ്മുടെ ഇപ്പം ഉണ്ടല്ലോ ഹീറോയുടെ കയ്യിൽ ഇപ്പോൾ ഒരു ഗണ്ണ് കിട്ടിയിട്ടുണ്ട്. അവനെന്താ വെച്ചാൽ അവിടെ ഓടിപ്പോകുന്ന ഒരു ചെന്നായുണ്ട്, അതിനങ്ങോട്ട് വെടിവെച്ചിട്ട് എന്താ പറയുക സെറാഫിനും അതുപോലെ തന്നെ ഹീറോയും വന്നിട്ട് അതിൻ്റെ അടുത്ത് വന്നിട്ട് ഇതെല്ലാം ചൂടുമ്പോഴത്തേക്കും ആ മരിച്ചുപോയ ആ ചെന്നായല്ലോ, ആ ചെന്നായ മറ്റാരുമില്ല, നമ്മുടെ ബ്രാഡിനെ കൊന്ന ചെന്നായായിരുന്നു. അതുകൊണ്ട് തന്നെ ബ്രാഡിൻ്റെ ആത്മാവിനെ ഇപ്പോൾ ശാന്തി ഇട്ടിട്ട് അവൻ അവിടെ നിന്ന് പോവുകയാണ്. അങ്ങനെ നമ്മൾ സെറാഫിനും ഇതും ഹീറോയും ആ ഗ്യാപ്പിൽ ഓടിപ്പോവാണ് ചർച്ചിൻ്റെ അടിഭാഗത്തോട്ട്. കാരണം അതിനുള്ളിലൂടെ ഒരുപാട് ടണലുകൾ പോകുന്നുണ്ട്. അപ്പോൾ അവരാണെങ്കിലും അതിലൂടെ ഓടിപ്പോവാണ്. അങ്ങനെ അതേ സമയം തന്നെ നമ്മുടെ ഇൻസ്പെക്ടർ ഉണ്ടല്ലോ, ഇൻസ്പെക്ടർ അവിടെ നിൽക്കുമ്പോൾ തന്നെ അയാളുടെ പിന്നാലെ വേറൊരു ചെന്നായ വരികയാണ്. അപ്പോൾ ഇയാൾ പേടിച്ച് പോയിട്ട് എന്താ പറയുക മെല്ലെ പോയിട്ട് ഒരു സ്ഥലത്തോട്ട് വീഴുകയാണ്. അതായത് ആ മറ്റേ വെള്ളം ഒഴിക്കുന്ന സ്ഥലം ഉണ്ടല്ലോ അവിടത്തോട്ട് വീഴുകയാണ്. അതുമാത്രമല്ല അവിടെ വേറെ രണ്ടാൾക്കാർ, ഒരു സ്ത്രീയും അതുപോലെ തന്നെ ഒരു പോലീസ് ഓഫീസറും ഇങ്ങനെ ഏതാ വഴി എന്നൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്കും അവരുടെ പിന്നാലെ ഒരു ചെന്നായ ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ ഇവരാണെങ്കിലും കിട്ടി എന്ന് പറഞ്ഞിട്ട് നിൽക്കുമ്പോഴത്തേക്കും ആ ചെന്നായ ഇവരുടെ അടുത്തേക്ക് വരികയാണ്. കാരണം അതിന് ഇവരെ കിട്ടി എന്ന് പറഞ്ഞിട്ട് വരുന്നത് പോലെ. അങ്ങനെ ഇതെല്ലാം നമ്മുടെ സെറാഫിൻ കാണുന്നുണ്ട്. സെറാഫിൻ കണ്ടിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അവളുടെ കയ്യിലുള്ള ഗണ്ണും എടുത്തിട്ട് അതിനെ ഷൂട്ട് ചെയ്യാൻ ശ്രമിക്കുമ്പോഴത്തേക്കും അതിനുള്ള ബുള്ളറ്റ് തീർന്നു പോയി. അപ്പോൾ ഇവളെന്താണെന്ന് വെച്ചാൽ അവിടെ നിന്ന് ഓടിപ്പോവാണ്. കാരണം എന്താ പറയുക, അവൾക്കിപ്പോൾ ചെന്നായ്ക്കളായിട്ടൊരു ഫൈറ്റ് ചെയ്യാനുള്ള ഇതില്ല. കാരണം അവളിപ്പോൾ ചെന്നായല്ലല്ലോ. അപ്പോൾ അവൾ ഓടിപ്പോയിട്ട് എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഓടിപ്പോയിട്ട് അവിടെ വേറൊരു ചെന്നായ മനുഷ്യനായിട്ട് കിടക്കുന്നുണ്ട്. അയാളുടെ കൈയ്യുമ്മങ്ങനെ എന്താ പറയുക അതിൻ്റെ മരുന്നുണ്ട്, ആ മറ്റേ സയൻറ്റിസ്റ്റ് കണ്ടുപിടിച്ച മരുന്നുണ്ടല്ലോ, അതെടുത്തിട്ട് അവളുടെ മേത്ത് കുത്തിവെക്കുമ്പോൾ അവളും ഒരു ചെന്നായയായി മാറുകയാണ്. ഇപ്പോൾ ആ ചെന്നായനായിട്ട് അറ്റാക്ക് ചെയ്യാണ്. അപ്പോൾ ഇപ്പോൾ അവൾക്ക് ഇഞ്ചോടിഞ്ചോടും പിടിച്ചെടുക്കാൻ പറ്റുന്നുണ്ട്. അങ്ങനെ ഇവരിനെ അറ്റാക്ക് ചെയ്ത് നിൽക്കുമ്പോൾ അതേ സമയം നമ്മുടെ ഹീറോ ഗണ്ണായിട്ട് വന്നിട്ട് ഹീറോയ്ക്ക് അറിയത്തില്ലല്ലോ ഇപ്പോൾ ഏതാണ് ഹീറോയിൻ ഏതാണെന്നൊന്നും അവൾക്ക് അറിയത്തില്ലല്ലോ. അപ്പോൾ അവൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടാളും ഷൂട്ട് ചെയ്തിട്ട് ഒരുത്തൻ മരിച്ചിട്ട് എന്താ പറയുക ഒരാളായി മാറുന്നുണ്ട്. മറ്റാൾ ആ ചെന്നായപ്പോൾ എന്താ പറയുക ഹീറോയിനായിട്ട് മാറുന്നുണ്ട്. അപ്പോൾ ഇവനാണെങ്കിൽ എൻ്റെ അടുത്തേക്ക് വന്നിട്ട് നിന്നെ സഹായിക്കാമെന്ന് പറഞ്ഞിട്ട് നിൽക്കുമ്പോഴത്തേക്കും ഇവൾ പറയും, നീ എന്തായിരിക്കും എനിക്ക് എന്തായാലും ഇതൊന്നൊരു മോചനമില്ല. അപ്പോൾ നീ എന്തായാലും എന്നെ കൊന്നിട്ട് എൻ്റെ ഹാർട്ട് തിന്നോ, എന്നിട്ട് നീ മനുഷ്യനായി മാറിക്കോ എന്ന് പറയാൻ. അപ്പോൾ ഇവനാണെങ്കിലും അതൊന്നും പറ്റത്തില്ല എന്ന് പറയുമ്പോൾ ഇവിടെ നിന്ന് നിർബന്ധിക്കാൻ. അപ്പോൾ ഇവനാണെങ്കിലും വേറെ വഴിയില്ലാതെ അവളെ കൊല്ലാൻ വേണ്ടി ഞാൻ നിൽക്കുമ്പോഴത്തേക്കും പുറകിലൂടെ വേറെ പോലീസുകാരും വരികയാണ്. അപ്പോൾ ഇവനാണെങ്കിലും അവളെ ഉപേക്ഷിച്ചിട്ട് അവിടുന്ന് ഓടിപ്പോവാണ്. എന്നിട്ട് അവൻ ഓടിയിട്ട് മറ്റൊരിടത്തോട്ട് വരികയാണ്. ഓടി വന്നിട്ട് അവൻ്റെ കാല് തെറ്റിയിട്ട് അവനൊരു ടണലിലൂടെ ഒരു റെയിൽ പാലത്തോട്ടാണ് അവൻ വീഴുന്നത്. എന്നിട്ട് ദൂരത്ത് നോക്കുമ്പോഴത്തേക്കും ഒരു ട്രെയിൻ വരും ചെയ്യുന്നുണ്ട്. പക്ഷേ ആ ട്രെയിൻ അവൻ്റെ അടുത്തോട്ട് എത്തനാട്ടി മുന്നേ തന്നെ അവൻ്റെ പുറകെ തന്നെ നമ്മുടെ മൊട്ട ചെന്നായണ്ടല്ലോ അത് ഇവൻ്റെ പിന്നാലെ വരുന്നുണ്ട്. അപ്പോൾ ഇവനോട് മാറുന്നതും ആ ട്രെയിൻ വന്നിരിക്കുന്നത് ഈ മൊട്ട ചെന്നായനെയാണ്. പക്ഷേ ആ മൊട്ട ചെന്നായ മരിച്ചിട്ടില്ല. മൊട്ട ചെന്നായ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ട്രെയിൻ ഉണ്ടല്ലോ ആ ട്രെയിനെല്ലാം തകർത്തിട്ട് എന്താ പറയുക ഇതിനുള്ളിലോട്ട് കയറുകയാണ്. ബോഗിയെല്ലാം തകർത്തിട്ട് ഇതിനുള്ളിലോട്ട് കയറിയിട്ട് ഇവരെല്ലാവരും ആക്രമിക്കാൻ ശ്രമിക്കുകയാണ്. അതിൽ ഒരുപാട് പേരെ കടിക്കുകയും ചെയ്യുന്നുണ്ട് ഈ മൊട്ടച്ചെന്നായ. അങ്ങനെ മൊട്ടച്ചെന്നായ ഇവരെ കടിച്ചിട്ട് ഇയാളുടെ പവർ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ മൊട്ടയുടെ പവർ കുറഞ്ഞ് പറഞ്ഞിട്ട് ഇപ്പോൾ ഒരു മനുഷ്യനെ അങ്ങോട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയൊക്കെ മാറിയിട്ട് ഇയാളെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മരുന്ന് എടുത്തിട്ട് ഈ മൊട്ട വീണ്ടും ഇവനെ കുത്തിവയ്ക്കാൻ നോക്കുകയാണ്. കുത്തിവയ്ക്കാൻ ഇത് കാണുന്നത് നമ്മുടെ ഹീറോ ഇത് കണ്ടിട്ട് അതിലോട്ട് അകത്തോട്ട് കയറി വന്നിട്ട് ആ മരുന്ന് അങ്ങോട്ട് അടിച്ച് തെറിപ്പിക്കുകയാണ്. ഇപ്പോൾ ഇവർ രണ്ടുപേരും മനുഷ്യന്മാരാണ്. അങ്ങനെ ഇവരെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫൈറ്റ് ഉണ്ടായിട്ട് ഇപ്പോഴാണ് നമ്മുടെ ഹീറോ എന്താ പറയുക ഈ ഫൈറ്റിലാണ് ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്. എന്താ പറയുക അവൻ്റെ ചെസ്റ്റിലായിട്ടൊരു മാർക്കുണ്ട്. അന്ന് നമ്മുടെ ഹീറോ കമ്പി തകർത്ത് വന്നിട്ട് ഒരു ചെന്നായിനെ കുത്തിയില്ലേ, അത് സത്യം പറഞ്ഞാൽ മൊട്ടയായിരുന്നു. അവൻ വിചാരിച്ചിരുന്നത് അത് ഹീറോയിനായിരുന്നു എന്നുള്ള കാര്യമാണ്, പക്ഷെ അത് മൊട്ടയായിരുന്നു. അങ്ങനെ ഇത് മനസ്സിലാക്കി വരുമ്പോഴത്തേക്ക് നമ്മുടെ ഹീറോയിനെ ആ മൊട്ട അങ്ങോട്ട് വലിച്ചെറിയുമ്പോഴത്തേക്കും സൂചിയുള്ള ആ സിറിഞ്ച് നമ്മുടെ ഹീറോയുടെ മേത്ത് വന്നിട്ട് കയറുമ്പോഴത്തേക്കും അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് ഹീറോ ഇപ്പോൾ ഒരു വോൾഫായി ഇങ്ങോട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് കണ്ടിട്ട് പേടിച്ചിട്ട് നമ്മളെ മൊട്ട ഓടിപ്പോവൻ്റെ പിന്നാലെ നമ്മളെ ഹീറോ വന്നിട്ട് അവനവിടെ നിന്ന് കടിച്ച് കൊന്നിട്ട് അവൻ്റെ ഹാർട്ട് എടുത്ത് തിന്നുകയാണ്. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇപ്പോൾ കുറച്ച് മാസങ്ങൾ കഴിഞ്ഞിട്ട് എന്താ പറയുക നമ്മുടെ ഹീറോയിനും കല്യാണമാണ്. അവരിപ്പോൾ ആ ടവറിൻ്റെ മേലിട്ടാണ് ഇപ്പോൾ കല്യാണം കഴിക്കാൻ വന്നിട്ടുള്ളത്. അങ്ങനെ ഇവർ നിൽക്കുമ്പോഴത്തേക്കും നമ്മുടെ ഹീറോ ആണെങ്കിലും അവൻ്റെ കയ്യിലുള്ള മോതിരം ഇങ്ങനെ തുറക്കാൻ വേണ്ടി ഇങ്ങനെ നോക്കുമ്പോഴത്തേക്കും ആ മോതിരം ആ ടവറിൻ്റെ മേലെ അങ്ങോട്ട് വീഴുകയാണ്. എന്നിട്ട് വീഴുമ്പോഴത്തേക്കും ഇവർ രണ്ടും കൂടി നോക്കാണ്ട് രണ്ടങ്ങോട്ടാണ് എടുത്ത് ചാടാണ്. ഇവരെ കാലിൽ
കയറെല്ലാം കെട്ടിയിട്ടുണ്ട്. അങ്ങനെ ഇവർ ഫസ്റ്റ് സീനിൽ കണ്ട പോലെ എടുത്ത് ചാടിയിട്ട് ആ മോതിരം എടുത്തിട്ട് അവനവനുള്ള കയ്യിലോട്ട് എടുത്ത് ഇടുന്നതും ഈ മൂവി ഇവിടുന്ന് കഴിയാണ്. അപ്പോൾ ഇതുപോലത്തെ ഒരു കിടിലൻ മൂവിയായിട്ട് നമ്മൾ ഇനി വരുന്നതായിരിക്കും. അതുവരേക്കും ഓക്കെ, ബൈ ബൈ ഗായ്സ്.